മൊബൈലിൻ്റെ മേഖലയിൽ ഒരു വലിയ തീപ്പൊരിയാണ് ഇനി വരാനിരിക്കുന്നത്. ഡ്യുവൽ 200 മെഗാ പിക്സൽ ക്യാമറ, അതും വിവോയുടെ X300 അൾട്ര എന്ന പേരിലാണ് വരുന്നത്. നമുക്കിപ്പോൾ ഉള്ളത് X300, അതുപോലെ തന്നെ X300 Pro. ഇത് രണ്ടുമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ആഗോള മാർക്കറ്റിലേക്ക് പുതിയ ഒരു അവതാരം കൂടി ഈ വിവോ ഇറക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നേരത്തെ പറഞ്ഞിട്ടുള്ള X300 Pro എന്നതിൽ നിന്ന് മാറി അൾട്ര എന്ന ലെവലിലേക്കാണ്. നേരത്തെ നന്നായിട്ട് പ്രചാരം സിദ്ധിച്ചിട്ടുള്ള ഒരു ക്യാമറ അല്ലെങ്കിൽ ക്യാമറ ഫോണാണ് വിവോയുടെ തന്നെ 300 എന്ന് പറയുന്ന X300 Pro. വളരെ ആളുകൾ ഇഷ്ടത്തോടു കൂടെ വാങ്ങിക്കുന്ന ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു അൾട്ര വരികയാണെങ്കിൽ നന്നായിട്ടുള്ള ഒരു മാർക്കറ്റ് ഷെയർ കമ്പനി അടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അത് ഇതുവരെ എന്തുകൊണ്ട് നമ്മുടെ അൾട്ര ലെവലിലുള്ള കാര്യങ്ങൾ കിട്ടിയില്ല എന്ന് ചോദിക്കുമ്പോൾ അത് പ്രധാനമായി വിവോയുടെ സൈഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അൾട്ര പല സീരീസിലും ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്യുന്നതിന് പകരം ചൈന മാർക്കറ്റിൽ മാത്രമായിരുന്നു ആ ഫോണുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായിരുന്നു അവരുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്? സ്വന്തം നാട്ടിൽ ഏറ്റവും നല്ലത് ഉപയോഗിക്കട്ടെ എന്നതായിരുന്നു. പക്ഷെ അതിൽ നല്ല മാറ്റങ്ങളൊക്കെ വരുത്തി ഇപ്പോൾ ആഗോളതലത്തിലും ഇന്ത്യയിലും അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അത് 2 ആഴ്ച കൊണ്ട് വരും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഫോൺ എടുക്കാൻ പോകുന്ന ആളുകൾ ഈ അൾട്ര വന്നതിന് ശേഷം ഒന്നുകൂടിയും അതിൻ്റെ സ്പെസിഫിക്കേഷനും അതിൻ്റെ എക്സ്ട്രീം ലെവലുള്ള യൂസേജൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം എടുക്കലായിരിക്കും നന്നാകുക. അഥവാ X300 Pro എടുക്കാൻ പോകുന്ന ആൾക്ക് X300 അൾട്ര എന്ന ലെവലിലേക്ക് മാറാൻ ചെറിയൊരു എമൗണ്ട് കൂടി കൂട്ടി വെച്ചു കൊടുത്താൽ അതൊരു വല്ലാത്തൊരു കിടുക്കാച്ചി ഫോണായിരിക്കും. കാരണം ആ ലെവലിലാണ് ഇപ്പോൾ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അൾട്ര ലോഞ്ച് ചെയ്യാൻ ആഗോളതലത്തിലേക്ക് അവർ ലോഞ്ച് ചെയ്യാൻ കണക്കാക്കുന്നത് 2 ആഴ്ചയാണ്. കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് അവർ പറയുന്നില്ലെങ്കിൽ പോലും അത് വളരെ മികവാർന്ന ക്യാമറയും മികവാർന്ന സെൽഫി ക്യാമറയും ഉണ്ടാകും എന്നുള്ളത്. റിയർ ക്യാമറ ആൻഡ് ഫ്രണ്ട് ക്യാമറ അടിപൊളിയായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഫീച്ചറുകൾ ഒരുപാടുണ്ടെങ്കിൽ പോലും ടിപ്സ്റ്റർ ഡിജിറ്റൽ ചാറ്റ് സ്റ്റേഷൻ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം വിവോ X300 അൾട്രയിൽ 2K റെസൊല്യൂഷനോട് കൂടി ഫ്ലാറ്റ് 6.82 ഇഞ്ച് BOELTPO ഡിസ്പ്ലേ ആണ് ഉണ്ടാകുക എന്നതാണ് റിപ്പോർട്ടിന്ന്. ഡിസൈനിൻ്റെ കാര്യത്തിൽ മുൻ മോഡലിനെ അപേക്ഷിച്ച് വളരെ നോർമലാണെങ്കിൽ പോലും ഒരു വ്യത്യാസം കാണാൻ പറ്റുമെന്ന് പറയപ്പെടുന്നു. മുൻ മോഡലിനെ അപേക്ഷിച്ച് കർവ്ഡ് പാനലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫ്ലാറ്റ് മെറ്റൽ ഫ്രെയിം ആയിട്ടായിരിക്കും വരിക എന്ന് പറയപ്പെടുന്നുണ്ട് X300 അൾട്ര എന്ന് പറയുന്നത്. ഇതൊക്കെ ലീക്കായി വരുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം കൂടി, മുൻഗാമിയായിട്ടുള്ള വിവോ X200 അൾട്രയിൽ കണ്ട ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാമറ ബട്ടൺ ഇത്തവണ ഉണ്ടാവുകയില്ല എന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും. റിയർ ക്യാമറ ഐലൻഡ് എന്ന് പറയുന്ന പരിചിതമായിട്ടുള്ള ഡിസൈൻ നിലനിർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണെങ്കിലും സ്നാപ്ഡ്രാഗൻ്റെ 8 എലൈറ്റ് Gen 5 ചിപ്സെറ്റാണ് കരുത്തായി ആ ഫോണിന് വരുന്നത്. വിവോ X300 അൾട്ര എന്ന് പറയുന്ന ഫോണിന് ലോകം ഇപ്പോൾ കാതുറുക്കുകയാണ്. എങ്ങനെയായിരിക്കും അതിൻ്റെ വരവ് എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഫോൺ പ്രേമികൾക്ക് നല്ലൊരു അവസരമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു അപ്ഡേഷൻ ഇതിൻ്റെ കൂടെ വരുമ്പം നമുക്ക് വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല ഫോണുകൾ ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.